കഴിഞ്ഞ 1-2 മാസക്കാലമായി ഇന്ത്യയുടെ അതിർത്തി രാജ്യമായ ബംഗ്ലാദേശിൽ കലാപങ്ങൾ ഒരു തുടർക്കഥയാവുകയാണ്. എങ്ങും അശാന്തി പടർന്നിരിക്കുന്നു. ഒരു പറ്റം വിദ്യാർത്ഥികൾ സംവരണ വിരുദ്ധ പ്രക്ഷോഭമായി സർക്കാരിനെതിരെ രംഗത്തിറങ്ങിയത് പിന്നീടത് ബംഗ്ലാദേശ് സർക്കാർ നിലംപതിക്കുകയും പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീന രാജ്യത്ത് നിന്നും പലായനം ചെയ്ത് അയൽ രാജ്യമായിട്ടുള്ള നമ്മുടെ ഇന്ത്യയിലേക്ക് അഭയം പ്രാപിക്കുകയും ചെയ്ത ഒരവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തു. ഇന്ത്യയുടെ മറ്റൊരു അയൽ രാജ്യമായിട്ടുള്ള ശ്രീലങ്കയിൽ സാമ്പത്തികമായിട്ടുള്ള അരക്ഷിതാവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നതെങ്കിൽ ബംഗ്ലാദേശിൽ അതായിരുന്നില്ല സ്ഥിതി. ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിൽ ആ രാജ്യം സാമ്പത്തികമായി അഭിവൃദ്ധി പ്രാപിച്ചു വരികയായിരുന്നു. എന്നാൽ ഇടക്കാലത്ത് തീവ്ര മതമൗലികവാദികളായിട്ടുള്ള ജമാഅത്ത് ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ ഹസീനയുടെ സർക്കാരിനെ അസ്ഥിരപ്പെടുത്തുവാനുള്ള ശ്രമങ്ങൾ നടത്തി വരികയായിരുന്നു. അതാണിപ്പോൾ വിദ്യാർത്ഥികളെ മുന്നിൽ നിർത്തി പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചതും സർക്കാരിനെ താഴെയിറക്കി ഒരുപറ്റം യുവ വിദ്യാർത്ഥികൾ ഭരണ നിയന്ത്രണം ഏറ്റെടുക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിച്ചേർന്നതും. നോബൽ സമ്മാന അർഹനായിട്ടുള്ള മുഹമ്മദ് യൂനുസിനെ താൽക്കാലിക പ്രധാനമന്ത്രിയായിട്ടാണ് പുതിയ സർക്കാർ രൂപീകരിച്ചതെങ്കിലും ഭരണ നിയന്ത്രണം മുഴുവൻ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ കയ്യിലാണ്. എന്നാൽ ഇപ്പോൾ സർക്കാർ വിരുദ്ധ കലാപത്തിൻ്റെ ഗതി മാറി ബംഗ്ലാദേശിലുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങളായിട്ട് കാര്യങ്ങൾ വഴിമാറിയിരിക്കുന്നു. കലാപം തുടങ്ങിയതിനു ശേഷം ചുരുങ്ങിയത് ഒരു 2000-ലധികം ആക്രമണമെങ്കിലും ബംഗ്ലാദേശിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളായിട്ടുള്ള ഹിന്ദുക്കൾക്ക് നേരെയും ക്രിസ്ത്യാനികൾക്ക് നേരെയും ബുദ്ധമത വിശ്വാസികൾക്ക് നേരെയും നടന്നിട്ടുണ്ട്. നിരവധി പേർ ഇതിനകം കൊല്ലപ്പെട്ടു കഴിഞ്ഞു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയാണിത്. സ്ത്രീകൾക്കെതിരായിട്ടുള്ള ലൈംഗിക അതിക്രമങ്ങളും കൊള്ളയും കൊള്ളിവെപ്പും ഇപ്പോഴും ബംഗ്ലാദേശിൽ തുടരുകയുമാണ്. 1 കോടിയോളം വരുന്ന ഹിന്ദു ജനതയാണ് അവിടെയുള്ളത്. ബംഗ്ലാദേശിൽ ഹിന്ദുക്കളുടെ ആത്മീയ ആചാര്യനായ ചിന്മയ കൃഷ്ണദാസിനെ ബംഗ്ലാദേശ് പോലീസ് ഇപ്പോൾ അന്യായമായി അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഹിന്ദുക്കൾ അവിടെ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുകയാണ്. പോലീസുമായിട്ടുള്ള ഏറ്റുമുട്ടലുകൾ തുടരുകയുമാണ്. ബംഗ്ലാദേശിൽ നിന്നുമുള്ള ഹിന്ദുക്കളെ പൂർണ്ണമായും അവിടെ നിന്നും ഓടിക്കുക എന്ന അജണ്ടയാണ് അവിടെ ഇപ്പോൾ നടക്കുന്നതെന്നാണ് എല്ലാവരും സംശയിക്കുന്നത്. മാത്രമല്ല, ന്യൂനപക്ഷങ്ങൾക്ക് നേരെയിട്ടുള്ള കലാപത്തിന് ആക്കം കൂട്ടാൻ പാകിസ്ഥാനിൽ നിന്നും ആയുധങ്ങളടങ്ങിയ നിരവധി കപ്പലുകൾ ബംഗ്ലാദേശിലേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ബംഗ്ലാദേശിലെ രൂക്ഷമായിട്ടുള്ള കലാപത്തെ അമർച്ച ചെയ്യാൻ ഇന്ത്യ ഇടപെടണമെന്ന ആവശ്യം വിവിധ കോണുകളിൽ നിന്നും ഉയരുകയുമാണ്. ബംഗ്ലാദേശിലെ കലാപത്തിന് പിറകിൽ ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താൻ എന്നും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ചൈനയുടെയും പാകിസ്ഥാന്റെ സഹായങ്ങളും കലാപങ്ങളുടെ പുറകിൽ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ ഇന്ത്യ 1971 നടത്തിയ 13 ദിവസത്തെ ബംഗ്ലാദേശിനെതിരായ തുടർ യുദ്ധത്തിന്റെ ഒരു മാതൃക അത് വീണ്ടും തുടങ്ങേണ്ടി വരുമെന്ന ഒരു സൂചനയിലാണ്. അന്ന് ഇന്ത്യയുടെ ശത്രു രാജ്യങ്ങളുമായി ചേർന്ന ബംഗ്ലാദേശ് ഇന്ത്യക്ക് നേരെ നടത്തിയ കുൽസിത ശ്രമങ്ങളെ ഇന്ത്യ അന്ന് ആയുധമെടുത്ത് പ്രയോഗിച്ചു തന്നെയാണ് അതിനെയെല്ലാം പ്രതിരോധിച്ചത്. ബംഗ്ലാദേശിനെ കൊണ്ട് ഇന്ത്യ അന്ന് അടിയറവ് പറയിപ്പിക്കുകയും ചെയ്തു. എന്നാൽ അന്ന് വലിയൊരു അഭയാർത്ഥി പ്രവാഹം ബംഗ്ലാദേശിൽ നിന്നും ഇന്ത്യയിലേക്ക് ഉണ്ടായിരുന്നു. അന്ന് അഭയാർത്ഥികളായി ബംഗാളിലേക്ക് എത്തിയ റോഹിംഗ്യക്കാരെ സംബന്ധിച്ച് ആ വിഷയങ്ങൾ ഇന്ത്യ ഇപ്പോഴും അഭിമുഖീകരിക്കുകയുമാണ്. ഇനിയൊരു യുദ്ധം ഇന്ത്യ ബംഗ്ലാദേശിനെതിരായി നടത്തിയാൽ അത് താങ്ങാനുള്ള ശേഷി ബംഗ്ലാദേശിന് ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ആ രാജ്യത്ത് നിന്നും വലിയൊരു അഭയാർത്ഥി പ്രവാഹം ഇന്ത്യയിലേക്ക് ഉണ്ടാകുമെന്ന് ഇന്ത്യ ആശങ്കപ്പെടുന്നുമുണ്ട്. എന്നാൽ പോലും ബംഗ്ലാദേശിൽ ഇപ്പോൾ ഹിന്ദുക്കൾ അടക്കമുള്ള ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള ഈ അതിരൂക്ഷമായിട്ടുള്ള അക്രമങ്ങളെ ശക്തമായി തന്നെ നേരിടുവാനുള്ള ഇടപെടലുകൾ നടത്താൻ തന്നെയാണ് ഇന്ത്യയുടെ ഉന്നത തലങ്ങളിലുള്ള ഇപ്പോഴത്തെ ആലോചനയും തീരുമാനങ്ങളും ഉണ്ടാകുന്നത്.